ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇടിയൻ ചന്തു ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഇടിയൻ ചന്തു എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ചന്തു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു മെയിൻ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും അതുള്ളതൊക്കെ പറയുന്ന ഒരു പടമാണ് ഇടിയൻ ചന്തു എന്ന് പറയുന്നത്. പൊതുവെ നമ്മുടെ നായകൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു അർജുൻ റെഡ്ഡി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഷോർട്ട് അത്രയൊന്നും പറയാൻ പോലും അതിൻ്റെ അങ്ങനെയല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു ഷോർട്ട് ടെമ്പേർഡ്നെസ് എന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞാണ്. വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ളൊരു ഒരാളാണ്, ഒരു കഥാപാത്രമാണ് ചന്തു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ, തുടർന്ന് അനുഭവിക്കേണ്ടി വരുന്ന അതിനുമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, പൊതുവേ നമ്മൾ പടങ്ങളിലൊക്കെ കാണുന്ന ഈ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അടി ഉണ്ടാക്കാൻ വേണ്ടി കുറേ കാരണങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഇത് പൊതുവെ ഒരു ഇടിപ്പടമാണല്ലോ, അപ്പോൾ അതിനുവേണ്ടി കുറേ ക്രിയേറ്റീവ് പീറ്റർ ഹെയ്നൊക്കെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ എന്താ പറയുക, നമ്മളങ്ങോട്ട് പുട്ട് ചെയ്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ ഫൈറ്റ്സൊക്കെ നമ്മൾ കുത്തിക്കയറ്റി ചെയ്യല്ലേ എന്ന് പറഞ്ഞാലൊക്കെയാണ് എനിക്ക് പലപ്പോഴും ഈ ഒരു പടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടപ്പോഴത്തേനും തോന്നിയത്. പിന്നെ ഇതിനകത്ത് കുമാരി, ജയശ്രീ, വിദ്യ, വിജയകുമാർ, ലെനയുണ്ട്, പിന്നെ ലാലു അലക്സ് ഉണ്ട്. ലാലു അലക്സിൻ്റെ ഒക്കെ നല്ലൊരു കഥാപാത്രമാണ്. രമേശ് പിഷാരടി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫുക്രു ഒരു ക്യാരക്ടർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒരു ഒട്ടുമിക്കവാറും വലിയ അധികം കാസ്റ്റിംഗ് ഇല്ലാത്ത രീതിയിലും എന്നാലും പൈസ മുടക്കിയിട്ടില്ല നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ഇതിൻ്റെ കൊറിയോഗ്രാഫി കാണുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു എന്താ പറയുക, ഇതിനകത്ത് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു തിരിച്ച് കിട്ടുമോ എന്നുള്ള ചോദ്യം വലുതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു ഇടിപ്പടം എന്നുള്ള രീതിക്കാണ് ഇവർ ഇതിനെ മേക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും അതിൻ്റേതായ രീതിക്കൊന്നും വരുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു സെറ്റപ്പ് ഇതിന് കിട്ടുന്നില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പടം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരു ഇടിപ്പടം എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഒരാവശ്യമില്ലാത്ത കുറേ ഫൈറ്റുകൾ, എന്തിനാണ് ഇവർ അടി ഉണ്ടാക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം കുറേ ക്യാരക്ടേഴ്സൊക്കെ ആണെങ്കിൽ എന്തിനിവർ അവിടെ വന്നു എന്ന് മനസ്സിലാക്കാത്ത ഒരു കഥ, ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു തട്ടിക്കൂട്ടിയ കഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കുറേ പരിമിതികൾ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കഥയായിട്ടാണ് എനിക്ക് ഈ ഒരു പടം കണ്ടപ്പോൾ തോന്നിയത്. മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ പറയാം. ഇപ്പോൾ ഇതിൻ്റെ തിയേറ്റർ റെസ്പോൺസൊക്കെ ആണെങ്കിലും മിക്കവാറും എല്ലാവരും പറഞ്ഞത് അത്ര നല്ല അഭിപ്രായങ്ങളല്ല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. അതുകൊണ്ട് കൊള്ളാം, അത്യാവശ്യം ഒരു വൺ ടൈം വാച്ചബിളായിട്ട് നമുക്ക് കണ്ടിരിക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്കിനനുസരിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ വലിയ ആളുകളെയൊന്നും ഫേസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇടിപ്പടത്തിന് വേണ്ടിയിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി അല്ലായിരിക്കാം. പക്ഷേ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ഒരു ജസ്റ്റ് ഒരു മൂവി ബേസിൽ ഒരു റിവ്യൂവിൽ പറയുന്നതല്ല ഞാൻ. എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അദ്ദേഹം സ്വന്തം കഴിവ് വെച്ചല്ലേ ഒറ്റയ്ക്ക് വഴിവെട്ടി കയറി വന്ന ആളാണ്. അപ്പം അദ്ദേഹം ഇത്രയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വളരെ നല്ല കാര്യമാണ്. പിന്നെ കുറച്ചും കൂടെ സ്ക്രിപ്റ്റൊക്കെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കുക എന്നൊക്കെയുള്ളതാണ് അത് ചെയ്യാൻ പറ്റുക. മൊത്തത്തിൽ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഇടിപ്പടം എന്നുള്ള രീതിക്ക് ക്രിയേറ്റ് ചെയ്തെങ്കിൽ ആ ഒരു രീതിക്ക് ഇത് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അപ്പം അതൊക്കെയാണ് ഈ പടത്തിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്ന് കണ്ടിരിക്കണം, ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോവുക, ധൈര്യമായിട്ട് പോയി പടം കാണുക. ഇഷ്ടപ്പെടുമായിരിക്കാം. എല്ലാവരും ഓരോ ആൾക്കാരും ഡിഫറൻ്റ് ആണ്, നമുക്ക് പ്രിഫറൻസസ് വേറെയാണ്. കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.